സാർ, സെക്യൂരിറ്റി എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് പുറപ്പെടാം സാർ. ഡെലിവറി ചെയ്യേണ്ട സാധനങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞു സാർ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. വർഷത്തിൽ ഒരു നാളാണ് എല്ലാവരും സന്തോഷമായിരിക്കുന്നത്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു. അവരും റെഡിയായി കഴിഞ്ഞു. ആരാ നീ? ആപത്ത്. ഗിഫ്റ്റ് വാങ്ങാനാണോ വന്നത്? നിന്നെ കണ്ടിട്ട് നല്ലവനെ പോലെ തോന്നുന്നില്ലല്ലോ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ദുഷ്ടശക്തികളെയാണ്. ഓ, കാവൽപ്പടന്മാർ വന്നു. നല്ല ശക്തി. എല്ലാവരും ഈ ഭാഗത്തേക്ക് വരൂ. ഇവിടെ ഇരുന്നാൽ എന്റെ ജോലിയൊന്നും നടക്കില്ലെന്നാണ് തോന്നുന്നത്. ഓ, ഇനി നിങ്ങളെ കൊണ്ടൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. താങ്ക് യു. മെരി ക്രിസ്മസ്. പോയിട്ട് വരൂ. അങ്കിൾ ഇന്ന് എന്ത് പറ്റി ജാക്കി? ജൂലി, അങ്കിളിന് ക്രിസ്മസ് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ? വ്യാപാരം നടക്കുമല്ലോ. ഈ സമയത്ത് വ്യാപാരം മുഖ്യമല്ലടാ, ക്രിസ്മസ് ആണ് മുഖ്യം. ഓ, ഇതാ സ്വീറ്റ് റെഡി. അതെ, ശരിയാ. ഈ ഒഴിവ് ദിവസം അവന് വന്ന് കണ്ടാ സന്തോഷമായിരിക്കും. അല്ലേ ഭീമ? എന്തൊരു അഭിനയ! നമ്മൾ അവർക്ക് വേണ്ടി ഇത് കുറച്ചെടുത്തു വെക്കണം. ആർക്ക് വേണ്ടി? ഓ, അതെ അല്ലേ. ഇന്ന് സാന്താക്ലോസ് കാണാൻ വളരെ നന്നായിട്ടുണ്ടല്ലേ ഭീമ? നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കാണല്ലേ? ജോലി, അപ്പൊ സാന്റാക്ലാസിനെ നിനക്ക് വിശ്വാസം ഇല്ലേ? തീർച്ചയായിട്ടും വിശ്വസിക്കും. കഴിഞ്ഞ പ്രാവശ്യം എന്നെ പറ്റിക്കാതിരുന്നിരുന്നെങ്കിൽ. എന്താ ജാക്കി? പിടിച്ചു. അത് നിനക്ക് ചെലവിന് പൈസ വേണമല്ലോ എന്നോർത്ത് ഞാൻ അങ്ങനെ ചെയ്തതാ ജോലി. അത് ചിലപ്പോ സത്യമല്ലായിരിക്കാം. കേട്ടോ? എന്നാ സാന്താക്ലാസ് സത്യസന്ധനാണ്. ഗവേഷണം നടത്തി ആധാരം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ബ്ലാക്ക്, അയ്യോ എന്നോട് ക്ഷമിക്കണേ. സാരമില്ല ഭീമ. എന്നെ കാണുമ്പോൾ നിനക്ക് നിന്റെ അമ്മയെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? എങ്ങനെയിരിക്കുന്നു സീക്രട്ട് ഏജന്റ്? നിങ്ങളെ കണ്ടിട്ട് വളരെ നാളായിരിക്കുന്നല്ലോ. അല്ല, അതൊക്കെ പോട്ടെ ക്യാപ്റ്റൻ ബ്ലാക്ക്. ഞാൻ പറഞ്ഞ ആ മൂൺ സ്റ്റോറി ബുക്ക് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നോ? സെക്ഷൻ 13 എല്ലാവരും വളരെയധികം പരിശ്രമിച്ചു നോക്കി. പക്ഷെ ആ പുസ്തകം എവിടെയും കിട്ടിയില്ല. ഓ, ജോലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോന്നാ പേടി. വളരെ നന്ദി. അല്ല, നിങ്ങളാരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്റെ പേര് എൽവിൻ. സാന്റയുടെ സെക്യൂരിറ്റിയാണ്, നോർത്ത് പോൾ. ഓ, എന്നെ വിശ്വസിപ്പിക്കാൻ പുതിയ നാടകം നടത്താണോ? എനിക്ക് നിങ്ങളുടെ സഹായം വേണം. സാന്റാക്ലോസിനെ ആരോ പിടിച്ചുകൊണ്ടുപോയി. നീ പ്രാന്താശുപത്രിയിൽ നിന്ന് വരികയാണോ? അല്ല, നീ പറഞ്ഞതിനകത്ത് സത്യം ഉണ്ടായിരിക്കാം. പക്ഷേ നീ എന്നെ തേടി എന്തിനാ വന്നത്? ഞാൻ നിങ്ങളെ തേടി വന്നതല്ല, ഈ മന്ത്രവാദിയെ തേടിയാണ് വന്നത്. നല്ലവരുടെ ലിസ്റ്റിൽ ഇദ്ദേഹത്തിന്റെ പേരുമുണ്ട്. നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഇയാളെ അറിയുമെന്ന് തോന്നുന്നു. ഇവനാണ് സാന്റാക്ലോസിനെ പിടിച്ചുകൊണ്ടുപോയത്. ഇത് മായാവിയാണല്ലോ. ഇവന്റെ പേര് മായാവി എന്നാണോ? മായാവി എന്തിനായിരിക്കും സാന്റാക്ലോസിനെ തട്ടിക്കൊണ്ടുപോയത്? എന്തെങ്കിലും
പകരം ചോദിക്കാൻ വേണ്ടി ഹലോ, എന്തിനാ ഇങ്ങനെയൊക്കെ ഓർക്കുന്നത്? ക്രിസ്മസ് വരാതിരിക്കാൻ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ അങ്ങനെ ഉണ്ടാവുന്ന. നമ്മൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ചില്ലെങ്കിൽ തീർച്ചയായും അതും നടക്കും മാഡം. സാന്താക്ലാസിന്റെ കൈവശമുള്ള മാന്ത്രിക ശക്തി കൈവശപ്പെടുത്താനാണ് മായാവി അയാളെ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. ഒന്ന് തെളിച്ചു പറയുമോ? അതെ, വിജ്ഞാനം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ലോകം രണ്ട് കാര്യത്തിലാണ് നിലനിൽക്കുന്നത്: ഇരുട്ട്, വെളിച്ചം, നല്ലവൻ, ദുഷ്ടൻ. ശരിയായിരിക്കാം. പക്ഷേ നമ്മൾ ഉടനെ തന്നെ സാന്റാക്ലാസിനെ കണ്ടുപിടിച്ചതിനെ ആകണം, ഇല്ലെങ്കിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് സഹായത്തിനായി ഞാൻ സെക്ഷൻ 13ലെ ആൾക്കാരെ എല്ലാവരെയും പറഞ്ഞേക്കാം. ആവശ്യമില്ല. മന്ത്രം കൊണ്ടേ മന്ത്രത്തെ കണ്ടുപിടിക്കാൻ പറ്റൂ. അത് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. അതിന് അയാൾക്ക് സ്വന്തമായുള്ള സാധനങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. എല്ലാം ഞങ്ങളുടെ അടുത്തുണ്ട്. ഇന്ന് രാത്രിക്കുള്ളിൽ എല്ലാ ഗിഫ്റ്റ്സും ഡെലിവറി ചെയ്തു തന്നെ ആകണം. അതുകൊണ്ട് സാന്റാക്ലാസിനെ കണ്ടുപിടിക്കണം. ഇപ്പൊ അമ്മ വന്നാ എന്ത് ചെയ്യും? അതല്ലേ ഞാൻ നിന്റെ അടുത്തുള്ളത് ഭീമ. നിന്റെ അമ്മയോട് അങ്കിളിന് പകരമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കാം. ശരി, ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ അത്ര ദൂരം പോവാ? ഇവരെയാണോ മീറ്റ് ചെയ്യാൻ പോകുന്നത്? അതെ, നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ ധാരാളം കളിപ്പാട്ടങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് ഡെലിവറി ചെയ്യുക? എന്തെങ്കിലും ചെയ്യോ പ്ലീസ്? നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നെ ജോലി ചെയ്യാനുണ്ട്. സാന്റയുടെ വർക്ക്ഷോപ്പ്. അപ്പോ അദ്ദേഹം സത്യമാണ്. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. സാന്റയെ രക്ഷിക്കാൻ നമുക്ക് കുറെ ആൾക്കാർ വേണം. ഇവിടെയും ജോലി തുടങ്ങിയെന്നാ തോന്നുന്നേ. അതിന് നമുക്ക് സൂപ്പർ ടീം വേണം. അതെനിക്കറിയാം. ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല, പക്ഷെ അതാണ് സത്യം. എന്റെ സൗന്ദര്യത്തിന് മുമ്പിൽ ആരും നിൽക്കില്ല. നിനക്കും ഇത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ? എക്സ്ക്യൂസ് മീ, മനസ്സിലായി പോയാ? ജൂലി, നീ എങ്ങനെ ഇവിടെ എത്തി? പാർട്ടിക്ക് എന്തിനാ ഇയാളെ കൊണ്ടുവന്നത്? കലിനാണി, ഞാൻ പറഞ്ഞത് കേൾക്ക്. നമ്മളിപ്പോ എല്ലാരും പോവണം. കാരണം സാന്റോ ക്ലാസ്സിൽ പിടിച്ചോണ്ട് പോയി. ഓ, അങ്ങനെയാണോ? ഞാൻ പോയി ഡ്രസ് മാറ്റിയിട്ട് വരാം. ശരി, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലേ? ഈ ഫയൽവാൻ എപ്പോഴും നിങ്ങൾക്ക് സഹായമാകട്ടെ. ഈ ബാബു സഹായിക്കും. ഓക്കേ, നമ്മളിപ്പോ അടുത്തതായിട്ട് എന്ത് ചെയ്യണം നോക്കാം. അയ്യോ, അതിശക്തികളെ പുറത്തേക്ക് വരൂ. നല്ല ശക്തികളുടെ രക്ഷാബന്ധനം തകർക്കൂ. പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. നല്ല ശക്തിക്ക് മുമ്പിൽ ദുഷ്ടശക്തികൾ ജയിക്കില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ല. തീർച്ചയായിട്ടും അകത്തേക്ക് പോകാൻ വഴി കാണും. ഇതാണ് വഴി. വേഗം വേഗം, എത്രയും വേഗം അദ്ദേഹം തിരിച്ചു വരുന്നതാണ്. ഇന്ന് വരുമല്ലേ? എനിക്ക് മന്ത്രം ചെയ്യാൻ ഒരു മുട്ട ആവശ്യമുണ്ട്. 2 ഗ്ലാസ് പാല്. ഇത് നല്ല പാലാണല്ലോ അല്ലേ? ഇത് ശരിയല്ല, വേറെ കൊണ്ടുവാ. എനിക്കിനി പാമ്പിന്റെ പാല് വേണം. ഞാൻ യഥാർത്ഥത്തിലുള്ള പാമ്പിനെയാ ചോദിച്ചത്. അതൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. സാന്റാക്ലാസിനെ കണ്ടുപിടിക്കണോ അതോ വേണ്ടേ? കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കൂ. അയാളുടെ ഡ്രസ് കൊണ്ടുവരൂ. ഇത് മതിയോ? ഓക്കേ. എല്ലാ ജോലികളും നിങ്ങൾ തന്നെ ചെയ്യുന്നില്ലേ? നിങ്ങൾക്ക് തന്നെ ഈ ഗിഫ്റ്റ് ഒക്കെ ഡെലിവറി ചെയ്താലോ? പരമ്പരയായിട്ട് റെയിൻഡിയറും വേണം, സാന്റാക്ലോസും വേണം. അതുകൊണ്ട് തന്നെ പറയുന്നത് നമുക്ക് ഉടനെ സാന്റാക്ലോസിനെ കണ്ടുപിടിക്കണം. അദ്ദേഹം എത്ര വലിയ ആളാണെന്ന് അറിയില്ലേ? എന്നിട്ട് അങ്ങനെ പോയി കടത്തിക്കൊണ്ടു പോയല്ലോ. വലിയ ആൾക്കാർക്ക് ഇവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അയച്ചാലോ? തീയാണോ?
ബുധനാഴ്ച ജനിച്ചതാണെന്ന് തോന്നും ഭീമ. ഇതെല്ലാം ശരിയായിട്ട് നടക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല. എന്തിനാ വിഷമിക്കുന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ നിസ്സാരമാണ്. അപ്പൊ ഈ ക്രിസ്മസ് ട്രീയിൽ സമ്മാനങ്ങളൊന്നും ഉണ്ടാവില്ലേ? ഹിമാലയം. നമ്മുടെ ജോലി ആരംഭിക്കേണ്ട സമയമായി. സാന്താക്ലാസിനെ മായാവി മറച്ചു വെച്ചിരിക്കുന്ന സ്ഥലം അതാണ്. എല്ലാവരും വിന്റർ ഡ്രസ് ധരിച്ചോളൂ, നമുക്ക് ഉടനെ പുറപ്പെടണം. ജൂലി, നീ ഞങ്ങളുടെ കൂടെ വരാനിരിക്കുകയാണെന്ന് എനിക്കറിയാം, പക്ഷെ ആ സ്ഥലം ഭയങ്കര അപകടം പിടിച്ചതാണ്. ഞങ്ങൾക്ക് കുറെ ജോലികളുണ്ട് ജാക്കി. ഇപ്പൊ ഞങ്ങളാണ് സാന്റയുടെ സഹായി. ജൂലി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. ഓഹോ, വാ ഭീമ ക്ലാസ്, ഇന്ന് രാത്രി നമുക്ക് ആഘോഷിക്കാം. എല്ലാവർക്കും കറക്റ്റായി കൊടുത്തേക്കണേ. ഷോ, കാറ്റായി മഴയായി ഇടിയായി മിന്നലായി പുറപ്പെട്. മഴയായി ഇടിയായി മിന്നലായി പുറപ്പെട്. നമുക്കിനി അടുത്തേക്ക് പോകാൻ പറ്റില്ലേ? ഞങ്ങൾക്ക് അത്രയും ശക്തിയില്ല. ദുഷ്ടശക്തികൾ ഉണ്ടായിരിക്കുന്ന വളയമാണിത്. ഈ ശക്തി കടന്ന് നമ്മൾ എങ്ങനെ അകത്ത് കിടക്കുക? അടുത്ത് നമ്മൾ പോവേണ്ടത് ഡോർ നമ്പർ 26. ഇങ്ങോട്ട് കൂടി പോ. ഓൾ ദി ബെസ്റ്റ് ഭീമ. ഞാൻ എങ്ങനെ ഇതിനകത്തു പോകും? നന്നായിരിക്കുന്നു. അമ്മേ, ഒരു തടിയൻ സാന്റാക്ലോസിന്റെ ചോക്ലേറ്റ് കഴിക്കുന്നു. എങ്ങനെ വന്ന് രക്ഷിച്ചെന്ന് കണ്ടോ? പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ വിട്ടയക്കണം. ഞാൻ വേറൊന്നിനെ കുറിച്ചും വിചാരിക്കാറില്ല. എനിക്ക് വേണ്ടത് നിന്റെ ഉള്ളിലുള്ള ആ മന്ത്രശക്തിയാണ്. ഓം ഹ്രീം 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 മന്ത്രം. ഓം ഹ്രീം മന്ത്രം എനിക്ക് സ്വന്തം. സംരക്ഷണം പെടാ സാർ. നിന്നെ ഞാൻ വിടില്ലടാ. കുഴഞ്ഞു. ഓ സോറി. വെളിച്ചം ഇരുട്ടിന് നീക്കി. ഇതുവരെ നാം എത്ര ഡെലിവറി ചെയ്തു കഴിഞ്ഞു? 3. ഇനിയും ഇത്രയുമുണ്ട്. ഈ സാന്റാ ക്ലാസ് മോശമാണ് കേട്ടോ. നമ്മൾ ഉടനെ ഇവിടെ നിന്ന് പുറപ്പെടാം സാർ. രക്ഷപ്പെടാൻ നോക്കുകയാണല്ലേ?
ആ വെളുത്ത കാക്ക എവിടെ? നോക്കണ ബലിക്കാക്ക. ഇനി എന്നെ ആർക്കും തകർക്കാൻ സാധിക്കില്ല. പക്ഷെ ഇരിക്കാൻ കഴിയൂട്ടോ. ഇതെങ്ങനെയുണ്ട്? സൂപ്പർ. ആപത്ത് ഉടനെ വരൂ. ഇനിയില്ല, തിരിച്ചു വരും. ഗ്രൂപ്പീസ്, ശാന്ത ക്ലാസ് ഭദ്രമായിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നവുമില്ല. ഇതാ വണ്ടി റെഡിയാ. വരും കാലങ്ങളിൽ എനിക്ക് അസിസ്റ്റന്റ് ആവശ്യമാവുമ്പോ നിന്നെ ഞാൻ തീർച്ചയായും വിവരം അറിയിക്കും. നീ എന്റെ കൂടെ വരുമല്ലോ? തീർച്ചയായും അതെന്റെ കടമയാ. ശരിയാണ് നോക്കിയതാ. കളിക്കൂട്ടുകാർ എല്ലാത്തിനും വളരെ നന്ദി. ആഹാ, 3 ഡെലിവറി ചെയ്തുള്ളൂ. ഇനിയും ഒരുപാട് ഡെലിവറി ചെയ്യാനുണ്ടല്ലോ. ആ പോകാം. ഹോ, ഹോ, ഹോ. ഹോ, 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 ഹോ. ക്രിസ്മസിന് എന്റെ മോനെ കാണാൻ വന്നതാ. പക്ഷെ പരിചയമില്ലാത്തവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കേണ്ടി വന്നു. വർത്താനം പറഞ്ഞെന്നോ? വർത്താനം പറഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇരുന്നത്. ഭീമ എന്തുമാത്രം ബിസി ആയിരുന്നു അറിയാമോ? സാന്റാ ക്ലാസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടിരുന്നു. അതെനിക്കറിയാം. എന്റെ മകനെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ഇനി ഒരു കാര്യം. ഓ താങ്ക് യു കിഴവാ. ഓ എനിക്ക് ഇഷ്ടപ്പെട്ട മുഖമുടി. ഇത് നിനക്ക് വലിയ അഭിമാനമാണല്ലേ? അതെ, ഇനി ഞാൻ ഒരിക്കലും എടുക്കേയില്ല. ഓക്കേ, ഒന്നും കൂടി അടുത്ത് വന്നേ. സൂപ്പർ പോസ്. നമ്മളെ പറ്റിയാ പറഞ്ഞത്. ഓക്കേ, ചിരിച്ചോ. ഏയ്, ഇത് എനിക്കാണ്. ജൂലി, ഈ പ്രശ്നങ്ങൾക്കിടയിൽ നിനക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി വെക്കാൻ ഞാൻ അങ്ങ് മറന്നുപോയി. എന്നോട് ക്ഷമിക്കൂ. ഇതിനകത്ത് എന്തോ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട മൂവ് സ്റ്റോറി ബുക്ക്. സാന്താക്ലോസ് വെച്ചതാണോ? അദ്ദേഹത്തിന് ഇതെങ്ങനെ അറിയാം? കാരണം ജാക്കി അവര് സാന്റാ ക്ലോസ് ആണ്.